ഗുഡ് മോർണിംഗ് കുട്ടികളെ. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ആദ്യത്തെ വീഡിയോയിൽ ഒരു ആമുഖം നൽകിയിരുന്നു. എല്ലാവരും കണ്ടിരിക്കുമല്ലോ അല്ലേ? ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ വർഷം മധ്യകാല ചരിത്രം, അതായത് മെഡീവൽ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്ന്. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ പാഠത്തിന്റെ പേര് ഇതാണ്: മെഡീവൽ ഇന്ത്യ, ദ സെന്റേഴ്സ് ഓഫ് പവർ. മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. ഇവിടെ ഒരു നദിയുടെ ചിത്രം കാണാമല്ലോ. ഏതാണ് ഈ നദി? വശങ്ങളിലെ മതിലുകളിലെ കൊത്തുപണികൾ കാണുമ്പോൾ നമുക്ക് താജ്മഹൽ ഓർമ്മ വരുന്നില്ലേ? അതെ, ഇത് യമുന നദിയാണ്. ഇനി അതാ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ താഴെ, നമുക്കതൊന്ന് കേട്ടു നോക്കാം. കൂട്ടുകാരെ, ഞാൻ യമുന നദി എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ. ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ് എൻ്റെ ഉത്ഭവം. ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി. കുത്തബ് മിനാർ, മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു. നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി. കേട്ടില്ലേ യമുന നദിയുടെ കത്ത്? യമുന നദി ആദ്യമായി സ്വയം പരിചയപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ആ ഗംഗയുടെ ട്രിബ്യൂട്ടറികളിൽ, അതായത് പോഷക നദികളിൽ ഒന്നാണത്രേ യമുന. യമുന ഉത്ഭവിക്കുന്നത്, അതായത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രിയിൽ നിന്നാണ്. യമുന ഏറെ കാര്യമായി ഒരു നഗരത്തെ പറ്റി പറയുന്നത് കേട്ടില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയെ പറ്റിയാണല്ലേ ഇത്രയും ഗംഭീരമായി പറയുന്നത്. ഡൽഹിയിലെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങളുടെ, ഹിസ്റ്റോറിക്കൽ മോണ്യുമെന്റ്സിന്റെ പേരുകളും യമുന പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? നമുക്ക് അവയുടെ ചിത്രങ്ങളൊന്ന് കാണാം. ഇത് കുത്തബ് മിനാർ, എല്ലാവരും കണ്ടിരിക്കും. മെഹ്റോളിയിലെ ഇരുമ്പ് സ്തംഭം, ജുമാ മസ്ജിദ്, ചെങ്കോട്ട അഥവാ റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ്, അലൈ ദർവാസ, ജന്തർ മന്ദർ, പുരാന കില അഥവാ ഓൾഡ് ഫോർട്ട്, ദിവാൻ ഇ ആം, ഹുമയൂണിന്റെ ശവകുടീരം. ഇങ്ങനെ അനവധി ചരിത്ര സ്മാരകങ്ങളുടെ നാടാണ് ഡൽഹി. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഡൽഹിയുടെ മധ്യകാല ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം അഥവാ മെഡീവൽ പീരിയഡ് ഏത് നൂറ്റാണ്ട് മുതലാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മധ്യകാലഘട്ടം അഥവാ മെഡീവൽ പീരിയഡ് ആയി അറിയപ്പെടുന്നത്. ഡൽഹിയുടെ ചരിത്രം പഠിക്കുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ ഭൂപടത്തിൽ ഡൽഹിയുടെ സ്ഥാനം ഒന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതാ ഈ ഭൂപടം ഒന്ന് നോക്കൂ. മുകളിൽ നിന്ന് നമുക്ക് നോക്കി വരാം. ഇതാ ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, അതാ ഡൽഹി. ഡൽഹിയുടെ സ്ഥാനം ഭൂപടത്തിൽ കണ്ടല്ലോ അല്ലേ? ഇതാ ഈ ഭൂപടം കൂടി നോക്കൂ. ഡൽഹിയുടെ സ്ഥാനവും ആകൃതിയും ഇത് നമുക്ക് വ്യക്തമായി കാണാം. ഇപ്പോഴും ചരിത്രം പഠിക്കാറായിട്ടില്ല കേട്ടോ. ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായുള്ള പ്രത്യേകതകൾ,
ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അഥവാ ടോപ്പോഗ്രഫി കൂടി പഠിച്ചിട്ട് വേണം ചരിത്രത്തിലേക്ക് കടക്കുവാൻ. ഈ ഭൂപടം ഒന്ന് നോക്കൂ. എന്തൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക? ഇതാ ആരവല്ലി പർവ്വതനിരകൾ, സിന്ധു ഗംഗ സമതലം അഥവാ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, യമുന നദി, ഡൽഹി അല്ലെ. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, സിന്ധു ഗംഗാ സമതലം നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ പരിചയമുള്ളതാണ്. ആര്യന്മാർ സിന്ധു നദീതടത്തിലെത്തിയതും പിന്നീട് ഗംഗാ സമതലത്തിലേക്ക് എത്തിച്ചേർന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഭൂപടത്തിൽ നിന്നും വ്യക്തമാണ് ഡൽഹി സിന്ധു ഗംഗാ സമതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫലഭൂയിഷ്ഠമായ ഫെർട്ടൈൽ ആയ സ്ഥലമായിരുന്നു ഡൽഹി. അതോടൊപ്പം യമുന നദിയിൽ നിന്നും ഡൽഹിക്ക് ആവശ്യമായ ജലവും ലഭിച്ചിരുന്നു. മളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിച്ച വെള്ളവും ഡൽഹിയിൽ കാർഷിക പുരോഗതിക്ക്, അതായത് അഗ്രികൾച്ചറൽ പ്രോഗ്രസിന് കാരണമായി. യമുന നദിയിലൂടെ ജലഗതാഗതം അഥവാ വാട്ടർ ട്രാൻസ്പോർട്ടേഷനും സാധ്യമായിരുന്നു. അടുത്തതായി നമ്മൾ കണ്ടത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, ആരവല്ലി പർവ്വതനിരകളാണ്. ഈ പർവ്വതനിരകൾ ഒരു പ്രകൃതിദത്തമായ കോട്ട പോലെ ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഡൽഹിയെ സംരക്ഷിച്ചു പോന്നു. ഇറ്റ് ഹെൽപ്ഡ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേഷൻസ് ഓഫ് എനിമീസ്. മാത്രവുമല്ല, നമ്മൾ മുൻപ് കുറെ ചരിത്ര സ്മാരകങ്ങളും കോട്ടകളും എല്ലാം കണ്ടതല്ലേ. ഇവയുടെ എല്ലാം നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകളും നൽകി. ദ മാസീവ് റോക്സ് ഓഫ് ആരവല്ലി, ആരവല്ലിയിലെ വലിയ കല്ലുകൾ, സപ്ലൈഡ് ദ സ്റ്റോൺസ്, കല്ലുകൾ നൽകി. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിങ്സ്. ഫോർട്ട്സ് എന്നാൽ കോട്ടകൾ. കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും എല്ലാം നിർമ്മാണത്തിന് ആവശ്യമായ, കൺസ്ട്രക്ഷന് ആവശ്യമായ കല്ലുകൾ നൽകി. ഈ പറഞ്ഞ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അതായത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് ഡൽഹിയിലേക്ക് ഭരണാധികാരികളെ, റൂളേഴ്സിനെ ആകർഷിച്ചത്. ഒട്ടേറെ രാജവംശങ്ങൾ ഡൽഹിയെയാണ് തങ്ങളുടെ ഭരണകേന്ദ്രമായി, അധികാര കേന്ദ്രമായി, സെന്റർ ഓഫ് പവറായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പ്രേരിപ്പിച്ചത് നമ്മൾ മുൻപ് പറഞ്ഞ ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കും. ഡൽഹിയെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? What were the geographical features that motivated the rulers to opt to choose Delhi as the center of their power? നമുക്ക് ഒന്നുകൂടി ഈ പ്രത്യേകതകൾ നോക്കാം. Geographical features of Delhi. ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ. ആദ്യമായി സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് കാരണമായി. The fertility of this region helped for the agricultural progress. ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചു. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് helped Delhi to resist the invasions of the enemies. ആരവല്ലി പർവ്വതനിരകൾ ഡൽഹിയിലെ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിന് ആവശ്യമായ കല്ലുകൾ നൽകി. ആരവല്ലി ranges supplied the stones for the construction of forts and buildings. യമുന നദി ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തി. റിവർ യമുന ensured ഉറപ്പുവരുത്തി enough water supply for Delhi. യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചു. റിവർ യമുന facilitated water transportation. ഇത്രയും പ്രത്യേകതകളാണ് ഡൽഹിയെ അധികാര കേന്ദ്രമായി തെരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ.
ഇപ്പോൾ നമ്മൾ ഡൽഹിയുടെ സ്ഥാനവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഡൽഹിയുടെ ചരിത്രം പഠിക്കുന്നതിന് മുന്നോടിയായാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചത്. എന്നാൽ ഇനി ഡൽഹിയുടെ ചരിത്രത്തിലേക്ക് കടക്കാം. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഡൽഹി ഒരു അധികാര കേന്ദ്രം. പവർ എന്നാൽ അർത്ഥം അധികാരം. ആദ്യമായി ഡൽഹി അധികാര കേന്ദ്രമാകുന്നത് CE 8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ്. ആ കാലത്ത് ഡൽഹി അറിയപ്പെട്ടിരുന്ന പേര് ദില്ലിക എന്നാണ്. രജപുത്രർ എന്നാൽ മധ്യ ഇന്ത്യയിലെയും വടക്കു പടിഞ്ഞാറെ ഇന്ത്യയിലെയും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട രാജാക്കന്മാരായിരുന്നു. അതായത് സെൻട്രൽ ഇന്ത്യ ഒപ്പം നോർത്ത് വെസ്റ്റേൺ റീജിയൻ. പ്രധാനപ്പെട്ട രജപുത്ര വംശങ്ങൾ തൊമര വംശവും ചൗഹാൻ വംശവും. തൊമര രാജവംശത്തിന് ശേഷമാണ് ചൗഹാൻ രാജവംശം ഭരിക്കുന്നത്. ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഇത് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് റാസോ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശിന്റെയും മധ്യപ്രദേശിന്റെയും ചില ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങളിലായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. ഭാരതത്തിൽ മുസ്ലിം ഭരണം നിലവിൽ വരുന്നതിന് മുൻപ് രാജ്യം ഭരിച്ച അവസാനത്തെ രജപുത്ര രാജാവായാണ് പൃഥ്വിരാജ് ചൗഹാൻ അറിയപ്പെടുന്നത്. ചൗഹാന്റെ ജീവിത കഥകൾ ഏറെ പ്രസിദ്ധമാണ്. വീരശൂര പരാക്രമിയായ രാജാവായിരുന്നു പൃഥ്വിരാജ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുന്ന ഖുരിദ് സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഘോറി 17 തവണ ഭാരതത്തിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 16 തവണയും ഘോറിയെ പരാജയപ്പെടുത്തി പൃഥ്വിരാജ് ചൗഹാൻ വിജയിച്ചു. ആ സമയത്ത് കനൗജ് ഭരിച്ചിരുന്ന രാജാവായ ജയചന്ദിന്റെ മകൾ അതിസുന്ദരിയായ സംയോഗിത അഥവാ സംയുക്ത പൃഥ്വിരാജിന്റെ ഈ വീരകഥകളെല്ലാം കേട്ട് അദ്ദേഹം തന്റെ ഭർത്താവാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സംയുക്തയുടെ അച്ഛൻ ജയചന്ദ് പൃഥ്വിരാജുമായി കടുത്ത ശത്രുതയിലായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയണ്ടേ? മറ്റുള്ള രജപുത്ര രാജാക്കന്മാരുടെ മേൽ തന്റെ അധികാരം അടിച്ചേൽപ്പിക്കുന്നതിനായി ജയചന്ദ് ഒരു രാജസൂയ യജ്ഞം നടത്തി. പക്ഷേ പൃഥ്വിരാജ് ജയചന്ദിന്റെ ഈ അധീനത അംഗീകരിച്ചില്ല. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം. കഥകൾ പറയുന്നത് പൃഥ്വിരാജും സംയുക്തയും തമ്മിൽ സ്നേഹത്തിലാകുവാൻ കാരണം പൃഥ്വിരാജിന്റെ സഭയിലെ ഒരു ചിത്രകാരനാണെന്നാണ്. ഈ ചിത്രകാരന്റെ പേര് പന്ന റായ് എന്നാണ്. അദ്ദേഹം കനൗജ് സന്ദർശിക്കുകയും സംയുക്ത രാജകുമാരിയെ താൻ വരച്ച പൃഥ്വിരാജ് ചൗഹാന്റെ ചിത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ചിത്രകാരൻ തിരിച്ച് പൃഥ്വിരാജിന്റെ സദസ്സിലെത്തി സംയുക്തയുടെ ചിത്രം പൃഥ്വിരാജിനെയും കാണിച്ചു. അങ്ങനെയാണ് ഇവർ തമ്മിൽ സ്നേഹത്തിലാകുന്നത് എന്ന ഒരു കഥയും നിലവിലുണ്ട്. അപ്പോഴാണ് ജയചന്ദ് തന്റെ മകൾ സംയുക്തയുടെ സ്വയംവരം നടത്തുവാൻ തീരുമാനിക്കുന്നത്. പൃഥ്വിരാജ് ഒഴികെയുള്ള എല്ലാ രാജാക്കന്മാരെയും സ്വയംവരത്തിന് ക്ഷണിച്ചു. പൃഥ്വിരാജ് ചൗഹാനെ ക്ഷണിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അപമാനിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ വാതിൽക്കൽ ഒരു കാവൽക്കാരന്റെ സ്ഥാനത്ത് സ്ഥാപിച്ചു. അപ്പോൾ നമ്മുടെ സംയുക്തയോ ആരും അറിയാതെ പൃഥ്വിരാജിന് ഒരു കത്തെഴുതി. എന്താകും അതിൽ എഴുതിയിട്ടുണ്ടാവുക? എനിക്ക് അങ്ങയുടെ പത്നിയാകുവാനാണ് ആഗ്രഹമെന്ന്. താൻ സ്വയംവരത്തിന് എത്തുമെന്ന് പൃഥ്വിരാജും വാക്കുകൊടുത്തു. അങ്ങനെ സ്വയംവര ദിവസം എത്തി. വധുവിന്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായി കൈകളിൽ പൂമാലയും കൊണ്ട് സംയുക്ത വരികയാണ്. ഓരോ രാജാക്കന്മാരുടെയും മുൻപിലൂടെ അവരെ എല്ലാം നിരസിച്ചുകൊണ്ട് അങ്ങനെ അവസാനം പൃഥ്വിരാജ് ചൗഹാന്റെ പ്രതിമയ്ക്ക് മുൻപിൽ സംയുക്ത എത്തി. തന്റെ കയ്യിലുണ്ടായിരുന്ന മാല ആ പ്രതിമയുടെ കഴുത്തിൽ അണിയിച്ചു. പൃഥ്വിരാജ് ചൗഹാൻ ഇത്രയും സമയം മറഞ്ഞിരിക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് വന്നു.
സംയുക്തയെയും കൊണ്ട് തന്റെ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പൃഥ്വിരാജ് ചൗഹാന്റെയും സംയുക്തയുടെയും വിവാഹത്തിന്റെ ഏറെ പ്രസിദ്ധമായ കഥ. പൃഥ്വിരാജ് ചൗഹാന്റെ കഥ മുഴുവനായിട്ടില്ല കേട്ടോ. ഇനി തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം.